back to student. Student ഇന്ന് ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോ ഓഫ് കെമിസ്ട്രി പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റിന്റെയും സേക്കാർക്കും വേണ്ടിയിട്ട് ഫിസിക്സ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ ഇത് കാണുന്നവർ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാം. അപ്പോൾ കെമിസ്ട്രി നമുക്ക് ഇന്ന് കിടക്കാം. അപ്പൊ കെമിസ്ട്രി തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഫിസിക്സിന്റെ കേസിൽ നമുക്ക് ഇന്നൊരു ചാപ്റ്ററിൽ ഇന്ന ഡെറിവേഷൻ അല്ലെങ്കിൽ ഈ ഒരു 4 ഡെറിവേഷൻ പഠിച്ചു പോകാന്ന് പറയാൻ പറ്റും. പക്ഷെ കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാലോ, കെമിസ്ട്രിയിലെ ഡെറിവേഷൻസ് ഒന്നും അല്ല, ഫുൾ എല്ലാം തിയറിയാണ്. ഒരു 90% തിയറിയാണ്. റെയർ ആയിട്ട് ഡെറിവേഷൻസ് നമുക്ക് ഇക്വേഷൻസിന്റെ കേസിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ടോപ്പിക്സ് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും പഠിക്കണോ എന്ന് തോന്നരുത്. കാരണം ഇത്രയും പഠിക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് കെമിസ്ട്രി പഠിക്കാനുള്ളതിൽ നിന്നും പറ്റുന്ന അത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ചോദിക്കുന്നത്. കെമിസ്ട്രി പഠിക്കുമ്പോൾ ദയവ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക. ജസ്റ്റ് തിയറി നമ്മൾ പഠിച്ച കാര്യം മാത്രം പോയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും, കുറച്ച് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ പാസ്സാവട്ടെ, മാർക്ക് കൂടട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, നമുക്ക് അറിയാം 14 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ആയിട്ട് ഉള്ളത്. ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ് നമ്മുടെ പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ. അതായത് നിങ്ങൾ ആദ്യം കുറച്ച് ലോസ് പഠിക്കാനുണ്ട്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പഠിക്കണം. അത് ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് പഠിക്കണം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പഠിക്കുക, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ പഠിക്കുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിക്കുക. ഇതൊക്കെ ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് കൂടെ അറിഞ്ഞിരിക്കണം. അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് എന്താണ് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. നമുക്ക് അറിയാലോ, മാസ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. മാസ് പെർസെന്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻടു 100. ഓക്കെ, മാസ് പെർസെന്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻടു 100. ഇതാണ് നമ്മുടെ മാസ് പെർസെന്റേജിന്റെ എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിട്ട് വേണം എക്സാമിന് പോകണം. പ്രോബ്ലംസ് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് മോൾസ് കിട്ടും. അടുത്തത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എംപിരിക്കൽ ഫോർമുലയാണ്. ഓക്കെ, എംപിരിക്കൽ ഫോർമുല എന്തായാലും ചോദിച്ചു കാണാറുണ്ട്. ബോക്സ് ഒക്കെ വരച്ചിട്ട് ചെയ്തിട്ടില്ലേ. അപ്പൊ എംപിരിക്കൽ ഫോർമുലയും നമ്മൾ എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അത് ആദ്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു സ്റ്റെപ്പ് ഒക്കെ വൃത്തിയായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തറവും. അപ്പൊ എക്സാമിന് നമുക്ക് നല്ല വർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. അടുത്തത് ഒരു ജസ്റ്റ് ഒരു ടേം ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയേജന്റുകളെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ഒരു ഡെഫിനേഷൻ 1 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അത് പഠിച്ചിരിക്കാം. അടുത്തത് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിരിക്കാം. മൊളാരിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇതാണ് മൊളാരിറ്റിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ടേമും കൂടെ ഉണ്ട്, മൊളാലിറ്റി അല്ലെ. മൊളാരിറ്റിയും മൊളാലിറ്റി ഇസ് ഈക്വൽ ടു number of moles of solute divided by mass of solvent in kg. Number of moles of solute divided by mass of solvent in kilogram. ഇതാണ് മൊളാലിറ്റി. ഓക്കെ, അടുത്തത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഇതിലിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഓക്കെ, അവഗാഡ്രോസ് നമ്പർ എത്രയാണ്, അങ്ങനെ മാസ് പെർസെന്റേജിന്റെ ഇക്വേഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോവുക. അടുത്ത നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റം കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. അതിനകത്ത് നമുക്ക് ആദ്യം ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ Cl1735 തന്നു, അതായത് ക്ലോറിൻ 1735, ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് അറിയില്ലേ? താഴെ വരുന്ന 17 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മേലെ കൊടുത്തിരിക്കുന്ന 35 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സിമ്പിൾ അവർ തന്നു കഴിഞ്ഞിട്ട് അവർ ചോദിക്കും, ഇതിൽ നിന്ന് അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, മാസ് നമ്പർ കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്, അങ്ങനെ പലതും കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ നമ്മൾക്കറിയാം അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ അറ്റോമിക് നമ്പർ. അതായത് ആ സിമ്പലിൽ താഴെ എഴുതിയിട്ടില്ലേ 17, അതാണ് നമ്മുടെ അറ്റോമിക് നമ്പർ. അത് തന്നെയാണ് നമ്മുടെ പ്രോട്ടോൺ, അത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണും. പിന്നെ അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് ആ സിമ്പലിന്റെ മേലെ എഴുതിയിരിക്കുന്ന ആ 35 ഇല്ലേ, ആ 35 ആണ് നമ്മുടെ മാസ് നമ്പർ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് 35 മൈനസ് 17 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പൊ ഫോർ സപ്പോസ് ഒരു ഏതെങ്കിലും ഒരു സിമ്പിൾ തന്നിട്ട് അതിന്റെ മാസ് നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ന്യൂട്രോൺസ് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. ഓക്കെ, ന്യൂട്രോൺസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, മാസ് നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് നമ്പർ കിട്ടും. M is equal to n plus p. മാസ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ചെയ്താൽ മതി. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു 9th കുറച്ചൊക്കെ പഠിച്ച പിള്ളേരുണ്ട്. സ്റ്റേറ്റ്സിലെ 9th പഠിക്കാനുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് റുദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്.
അതിന്റെ കുറച്ച് പോസ്റ്റുലേറ്റ്സ് നമ്മൾ പഠിക്കണം. വാട്ട് ആർ പോസ്റ്റുലേറ്റ്സ് ഓഫ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ തറവായിട്ട് മനസ്സിലാക്കിയിട്ട് റുദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ പോസ്റ്റുലേറ്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ റുദർഫോർഡിന്റെ ഈ ഒരു ആറ്റം മോഡലിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്, നെഗറ്റീവ് ആയിട്ട് 2-3 പോയിന്റ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2 പോയിന്റ് പഠിച്ചു വെക്കുക. 1 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 പോയിന്റ് എഴുതണം. റുദർഫോർഡിന്റെ ആറ്റം മോഡലിലെ പോസ്റ്റുലേറ്റ്സ് 4 പോയിന്റ് പഠിച്ചു വെക്കുക. അതിന്റെ നെഗറ്റീവ് ആയിട്ട്, അതായത് ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് 2 പോയിന്റും പഠിച്ചു വെക്കുക. അടുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അറിഞ്ഞിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് സ്കിപ്പ് ചെയ്താലും എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എങ്കിലും അറിഞ്ഞിരിക്കണം. അതൊരു ഫിനോമിനയാണ്. അതായത് മെറ്റൽ ബോഡി അല്ലെങ്കിൽ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ആ ഒരു ഫിനോമിന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുക. അപ്പൊ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് മനസ്സിലായില്ലേ? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വലുതായിട്ട് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചു വെക്കും. അത്രയും. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ബുക്സിൽ പല ലെങ്ത്തിലുള്ള ആരോ, ചെറിയ ആരോ, വലിയ ആരോ, അങ്ങനെ പല പല ലെങ്ത്തിലുള്ള ഒരു ആരോ ഉള്ള ഒരു ഡയഗ്രാം ഉണ്ട്. അതിനകത്ത് ആ സീരീസിന്റെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. LBP BP എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ലൈമൻ, ബാൽമർ, പാസ്കൽ, ബ്രാക്കറ്റ് ഫണ്ട്, LBP BP എന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ സ്പെക്ട്രൽ റീജിയൻസ് പഠിക്കണം. എന്താണ് സ്പെക്ട്രൽ റീജിയൻ? അതായത് ഇപ്പോൾ ലൈമൻ സീരീസ് എടുക്കുകയാണെങ്കിൽ ലൈമൻ എവിടെയാണ് കാണുന്നത്? അൾട്രാ വയലറ്റിലാണ് കാണുന്നത്. ബാൽമർ ആണെങ്കിൽ വിസിബിൾ റീജിയനിൽ കാണും. അങ്ങനെ ഓരോരോ സീരീസും ഓരോ സ്പെക്ട്രൽ റീജിയനിലാണ് കാണുന്നത്. ആ റീജിയനും ആ ഓരോരോ സീരീസിന്റെ പേരും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്ന് അതേ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. LBP BP എന്ന് തന്നെ പഠിക്കണം. മനസ്സിലായി? വിട്ട് പഠിക്കണം. ആ ഒരു ഓർഡറിലാണ് ആ ഒരു ഡയഗ്രാം ഉള്ളത്. ഇതാണ് നമ്മുടെ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലുള്ളത് കേട്ടോ. ലൈമർ, ബാൽമർ, പാസ്കൽ, ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട് സീരീസ് ആണ്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ബോർ മോഡലിന്റെ ആറ്റം, ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ബോർ ആറ്റം മോഡലിൽ ഒരു 3-4 പോസ്റ്റുലേറ്റ്സ് എങ്കിലും പഠിക്കണം. റുദർഫോർഡിന് നിങ്ങൾ പഠിച്ചില്ലേ? അതേപോലെ ബോർ കണ്ടുപിടിച്ച ആറ്റം മോഡലാണ് ബോർ മോഡൽ. അതിന്റെ 3-4 പോയിന്റ് പഠിക്കുന്നത്, അത്രയും പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് 3-4 പോയിന്റ് പഠിച്ചു വയ്ക്കുക. അതിനും ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ? ബോർ മോഡലിലെ നെഗറ്റീവ്സ്, റുദർഫോർഡിന് നെഗറ്റീവ് പഠിച്ച പോലെ ബോർ മോഡലിനും 2-3 നെഗറ്റീവ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസോ ഡിസഡ്വാൻറ്റേജസോ അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ 4 പോയിന്റെങ്കിലും മിനിമം പഠിച്ചു വയ്ക്കാം. അടുത്തത് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാറ്ററിന് 2 ടൈപ്പ് ഓഫ് നേച്ചർ ആണ്, 2 സ്വഭാവമാണ് നമ്മുടെ മാറ്റർ കാണിക്കുന്നത്. ഏതൊക്കെയാണ് 2 സ്വഭാവം അല്ലെങ്കിൽ ഏതൊക്കെയാണ് 2 നേച്ചർ? ഏതൊക്കെയാണ്? പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറുമാണ് ഒരു മാറ്റർ കാണിക്കുന്ന 2 ഡുവൽ ആയിട്ടുള്ള നേച്ചർ. അപ്പൊ ഡുവൽ നേച്ചർ ഓഫ് മാറ്റേഴ്സ് ഏതൊക്കെയാണ്? പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. ഇതിനെയാണ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ ഡുവൽ നേച്ചർ, പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ആണ് ഒരു മാറ്റർ കാണിക്കുന്ന 2 നേച്ചർ. ഇതിനെയാണ് നമ്മൾ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഡി ബ്രോഗ്ലിസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമുല. അതായത് ലാംഡ is equal to h/mv. ലാംഡ is equal to h/mv. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ്റ്റൺസ് കോൺസ്റ്റന്റ് ആണ്, വാല്യൂ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ലാംഡ is equal to h/mv ആണ് ഡി ബ്രോഗ്ലിസ് ഇക്വേഷൻ ട്ടോ. ഇക്വേഷൻ ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത്, ഞാൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചേച്ചി എന്താ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു വെച്ചുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഏതും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സ്റ്റേറ്റ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. എന്താണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസ് ചോദിക്കാം. States that it is impossible to determine simultaneously the exact position and exact momentum of a moving microscopic particle like electron. ഒരു ഇലക്ട്രോണിന്റെ എക്സാക്ട് ആയിട്ടുള്ള പൊസിഷനും എക്സാക്ട് ആയിട്ടുള്ള മൊമെന്റമും നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാൻ പറ്റില്ല, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതിനുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രിൻസിപ്പിളും എഴുതണം, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോമും എഴുതണം. എന്നാലേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഓക്കെ, ഇതിൽ ഡെൽറ്റ എക്സ് ആണ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി ആണ് അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് അറിയാം. ഞാനൊരു ബുക്കിൽ വായിച്ചൊരു കാര്യമാണ്, ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ് ക്വാണ്ടം നമ്പർ. അപ്പൊ നമ്മുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഉണ്ടാവും അതിനകത്ത് അല്ലെ? ആ ഒരു അഡ്രസ്സിനകത്ത് നമ്മുടെ വീട്, നമ്മുടെ അഡ്രസ്, നമ്മുടെ വീട്ടുപേര് എല്ലാം ഉണ്ടാവില്ലേ? അതേപോലെ ഒരു ഇലക്ട്രോണിന്റെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ അതിന്റെ ക്വാണ്ടം നമ്പർ അറിയാൻ പറ്റും. ക്വാണ്ടം നമ്പറിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ക്വാണ്ടം നമ്പർ കുറച്ച് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് കുറച്ച് ടൈപ്സ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ലെറ്ററിലൂടെയാണ്? സ്മോൾ ലെറ്റർ എന്നിലൂടെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ
റെപ്രസെന്റ് ചെയ്യുക. എന്നിന് 1, 2, 3 എന്ന് പറഞ്ഞ പല വാല്യൂസും വരാറുണ്ട്. അതാണ് ആദ്യത്തെ ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അതായത് രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡറി ഓർ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയാറുണ്ട്. വലിയ പേരൊന്നും പഠിച്ചു വെറുതെ കൊളാക്കണ്ട. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൽ വെച്ചിട്ടാണ്. ഓക്കെ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇസ് റെപ്രസെന്റ് സ്മോൾ ലെറ്റർ എൽ. ഓക്കെ, മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഇതിന് നമ്മൾ സ്മോൾ ലെറ്റർ എം വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സ്മോൾ ലെറ്റർ എം വെച്ചിട്ട്. ഓക്കെ, സ്പിൻ ക്വാണ്ടം നമ്പർ ആണ് ഏറ്റവും ലാസ്റ്റ് നാലാമത്തെ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ ആണ് സ്മോൾ ലെറ്റർ എസ് വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്. സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് +1/2 അല്ലെങ്കിൽ -1/2 തൊട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് തൊട്ട് ഇതുവരെ എന്നുള്ളത് മനസ്സിലായോ? എന്നിന്റെ വാല്യൂ എന്തായിരുന്നു? 1, 2, 3, 4 ആയിരുന്നില്ലേ? അപ്പൊ ഓരോന്നും ഏതൊക്കെ ലെറ്റേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു ഓരോന്നിന്റെയും വാല്യൂ റേഞ്ച് പഠിച്ചു വെക്കാം. മനസ്സിലായോ? ഓരോന്നിനും ഇത്ര തൊട്ട് ഇതുവരെ എന്നുള്ള വാല്യൂ റേഞ്ച് ഉണ്ടല്ലോ, അതും കൂടെ പഠിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഡ്രോ ദ ഷേപ്സ് ഓഫ് ഡിഫറെന്റ് p ഓർബിറ്റൽസ്. നമുക്കറിയാലോ, നമുക്ക് SP, T അങ്ങനെ പല പല ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ p ഓർബിറ്റൽസിന്റെ ഡിഫറെന്റ് ഷേപ്സ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. എന്റെ എക്സാമിൽ ചോദിച്ചിരുന്നു. 3 ഡിഫറെന്റ് ഷേപ്സ് ആണ് നമ്മുടെ p ഓർബിറ്റൽസിന് വരയ്ക്കാനുള്ളത്. px എന്ന് പറഞ്ഞ ഡയഗ്രാം ഉണ്ട്, py എന്ന് പറഞ്ഞ വേറൊരു ഡയഗ്രാം ഉണ്ട്, pz എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു ഡ്രോയിങ് ഡയഗ്രാം ഉണ്ട്. നമ്മുടെ p ഓർബിറ്റൽസിന് മൂന്നാമത്തെ ഷേപ്പ് എന്ന് പറയുന്നത് pz ആണ്. ഇത് മൂന്നും വളരെ വൃത്തിക്ക് തന്നെ വരച്ച് തന്നെ പഠിക്കണം. മനസ്സിലായോ? ഇത് പിക്ക് മാത്രമല്ല ഉള്ളത്, ഡിന്റെ കേസിൽ നമ്മളത് വരച്ച് പഠിക്കണം. പിക്ക് 3 എണ്ണം ആണ് ഉള്ളതെങ്കിൽ ഡിന്റെ കേസിൽ അത് 5 എണ്ണമാണ്. ഡിയിൽ ഏതൊക്കെയായിരുന്നു? dxy, dzx, dyz, dxz മൈനസ് dy സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഡയഗ്രാം ഉണ്ട്. ലാസ്റ്റ് വൺ dz². ഈ 5 ഡയഗ്രാമും കൂടെ പഠിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നതിന് അറ്റംപ്റ്റ് ചെയ്യാൻ. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സാമിന് ചോദിക്കും കേട്ടോ. ഡ്രോ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് d ഓർബിറ്റൽസ് ചോദിക്കും. 5 എണ്ണം ഉണ്ട് കേട്ടോ, വരച്ച് പഠിക്കണം. പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, കൃത്യമായിട്ട് വരച്ച് പഠിച്ചാൽ കിട്ടും. അടുത്തത് നമ്മൾ ഇലക്ട്രോണുകൾ ഓർബിറ്റിൽ ഫില്ല് ചെയ്യുന്നത് 3 ലോസിന്റെ പ്രിൻസിപ്പിളിന്റെ പ്രകാരമാണ് അല്ലെ. 3 ലോസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണുകളെ ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 ലോ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓഫ് കോഴ്സ് പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് മൂന്നാമത്തെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഓഫ് കോഴ്സ് പ്രിൻസിപ്പിൾ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റണം. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പഠിച്ചു വെക്കണം. ഈ 3 റൂള് പ്രകാരം അല്ലെങ്കിൽ ഈ 3 റൂളുടെ ബേസിസിലാണ് ഇലക്ട്രോണുകളെ ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്നത്. ഇനി ഇത് 3 അല്ലെങ്കിൽ ഈ ഇതോട് കൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? സെക്കൻഡ് ചാപ്റ്റർ, അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കഴിഞ്ഞു. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സാമിന് പോകാൻ. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഇതൊരു പീരിയോഡിക് ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആദ്യം പഠിച്ചിരിക്കുന്നത് എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? അത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തത് ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, മോസ്ലി ആണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തത്. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമുക്കറിയാം നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്സ് ആണ് ഉള്ളത് അല്ലെ. SPDF 4 ബ്ലോക്സ് ആണ്. എസ് നമ്മൾ എന്ത് പറയും? ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയും. അതേപോലെ പി നമ്മൾ എന്ത് പറയും? എസ് നമ്മൾ എന്ത് പറയും? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയും. അതേപോലെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ടേംസ് ഉണ്ട്. ഡിന് ആണെങ്കിൽ ട്രാൻസിഷൻ, എഫിന് ഇന്നർ ട്രാൻസിഷൻ, അങ്ങനെ പല പല ടേംസ് ഉണ്ട്. അത് ടേംസ് മാത്രം അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേര് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. എസിന്റെ കേസ് ആണെങ്കിൽ NS1 to 2 എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ, മനസ്സിലായോ? അങ്ങനെ ഓരോന്നിന്റെയും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്ലസ് ഓരോന്നിന്റെയും വേറെ പേര്, വേറൊരു പേരിലൂടെ അറിയപ്പെടുന്ന ഒരു പേര് കൂടെ നമ്മൾ ചെയ്യണം, പഠിച്ചു വെക്കണം. അടുത്ത നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം പീരിയോഡിക് ട്രെൻഡ്സ് എന്ന ടോപ്പിക് ആണ് കേട്ടോ. പീരിയോഡിക് ട്രെൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് റേഡിയസ് അല്ലെ. അതായത് ഒരു ആറ്റത്തിന്റെ റേഡിയസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അറ്റോമിക് റേഡിയസ് എന്ന് പറയാം. അറ്റോമിക് റേഡിയസ് പീരീഡിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? ഗ്രൂപ്പിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. നമുക്കൊരു പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ആണ് ഉള്ളത്. ഒരു പീരിയോഡിക് ടേബിളിൽ ടോട്ടൽ എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്. ടോപ്പ് ടു ബോട്ടം ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടൽ 18 ഗ്രൂപ്പ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഗ്രൂപ്പിലും ഈ പീരീഡിലും ഈ അറ്റോമിക് റേഡിയസിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരീഡ് എടുക്കുമ്പോഴും ടോപ്പ് ടു ബോട്ടം ഓഫ് എ ഗ്രൂപ്പ് എടുക്കുമ്പോഴും ടോപ്പ് ടു ബോട്ടം ഓഫ് എ ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയസ് അസെൻഡിങ് ഓർഡർ ആണ്. അതായത് ചെറുതിൽ നിന്ന് ആദ്യം എന്താവുന്നു? വലുതിലേക്ക് വരുന്നു. ചെറുത് തൊട്ട് വലുത്, വലുത് വലുത്, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും വലുതിലേക്ക് വരുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരീഡ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഉൾട്ടയായിട്ട് വരുന്നു. അതായത് വലുതിൽ നിന്നും ചെറുതിലേക്ക് ഡിസെൻഡിങ് ഓർഡറിലേക്ക് വരുന്നു. മനസ്സിലായോ? അപ്പൊ അറ്റോമിക് റേഡിയസിൽ എന്താണ് മാറ്റം വരുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പിയിൽ എന്താണ് മാറ്റം വരുന്നത്? അങ്ങനെ ഓരോന്നിനും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അതായത് എന്താണ് അയോണൈസേഷൻ
എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിനെ ആ ഒരു ആറ്റത്തിൽ നിന്നും റിമൂവ് ചെയ്യാൻ എത്രത്തോളം എനർജി വേണം? മനസ്സിലായോ? ഒരു ഇലക്ട്രോണിനെ ആ ഒരു ആറ്റത്തിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിനെയാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയുക. അത് പീരീഡിലും ഗ്രൂപ്പിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരീഡ് ആവുമ്പോൾ അയോണൈസേഷൻ എനർജി എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. മനസ്സിലായോ? ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരീഡ് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ എൻതാൽപ്പി എന്താവുന്നു? കൂടുന്നു. അതായത് അറ്റോമിക് റേഡിയസിന്റെ ഉൾട്ടായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, കൂടുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ടോപ്പ് ടു ബോട്ടം. എന്ത് ചെയ്യുന്നു? കുറയുന്നു. മനസ്സിലായോ? ഇതൊക്കെ ബേസിക് ആയിട്ട് മനസ്സിലാക്കി കുറച്ച് ആലോചിച്ചിട്ട് എക്സാമിന് എഴുതി പഠിക്കണം. സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഒരു ആറ്റത്തിലേക്ക് ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുക. ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? നേടുക അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുക, മേടിക്കുക എന്നുള്ളതല്ലേ അർത്ഥം. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതിലും എന്ത് സംഭവിക്കുന്നു? ഇത് ആറ്റത്തിന്റെ ടോപ്പ് ടു ബോട്ടം ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരീഡിലും ഗ്രൂപ്പിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ പീരിയോഡിക് ട്രെൻഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ, പക്ഷെ പല പല ടേംസിലൂടെ അറിയുന്നു എന്ന് മാത്രം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റം ഷെയർഡ് ബോണ്ടിങ് നടത്തിയിരിക്കുന്ന ഇലക്ട്രോണുകളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെ അല്ലെങ്കിൽ എബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയാ. ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോണിനെ വലിച്ചെടുക്കാനുള്ള ഒരു ആറ്റത്തിന്റെ എബിലിറ്റിനെ നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയും. അതെങ്ങനെയാണ് ഗ്രൂപ്പിലും പീരീഡിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത്? ഇതോടുകൂടി നമ്മുടെ തേർഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഫോർത്ത് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ആണ് ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഒക്ടറ്റ് റൂൾ എന്ന് പഠിക്കണം. എന്താണ് അതിന്റെ ലിമിറ്റേഷൻസ്, പരിമിതികൾ അല്ലെ? എന്താണ് ഒക്ടറ്റ് റൂൾ എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ ലിമിറ്റേഷൻസും പഠിക്കണം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ടേം ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് അത് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് mu is equal to q into r ആണ്. മനസ്സിലായോ? ഇപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? കുളൂംബ് മീറ്റർ ആണ്. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കുളൂംബ് മീറ്റർ, ദാറ്റ് ഈസ് cm ആണ്. അത് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് d by യൂണിറ്റ് പ്രകാരമാണ്. d by d/e. ഓക്കെ, ഇത് വെച്ചാൽ ഡൈപോൾ മൊമെന്റ് എക്സ്പ്രസ് ചെയ്യാൻ ഡൈപോൾ മൊമെന്റ് mu വെച്ച് റെപ്രസെന്റ് ചെയ്യും. mu is equal to q into r ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസ് ചോദിച്ചാൽ ചെയ്യാൻ പറ്റണം. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, VSEPR തിയറി. നമ്മൾ ഓൾറെഡി +1 ടീച്ചർമാർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. VSEPR തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ മെയിൻ പോസ്റ്റുലേറ്റ്സ് ടോട്ടൽ ഒരു 6 5 മറ്റു ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്നുണ്ട്. മിനിമം 5 നിങ്ങൾ പഠിച്ചേക്കണം. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പോയിന്റ് എഴുതണം. അപ്പൊ നമ്മൾ 5 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങാനും ഒന്നും മറന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണമല്ലോ. അത് നമ്മൾ 5 പോയിന്റ് പഠിച്ചു വെക്കുക. എക്സാമിന് പോവാ 2 മാർക്കിന് ചോദിച്ചാൽ 4 പോയിന്റ് വെച്ച് എഴുതണം. VSEPR തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, VSEPR തിയറി പ്രകാരം അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് VSEPR തിയറി ഓരോരോ കോമ്പൗണ്ട്, ദാറ്റ് ഈസ് NH3 അങ്ങനെ പല കോമ്പൗണ്ടുകളുടെ ഷേപ്പിനെ കുറിച്ച് പറയാൻ ചോദിക്കാറുണ്ട്. അതിപ്പോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്കിപ്പ് ചെയ്താലും എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്തെങ്കിലും പഠിച്ചേക്കണം. മനസ്സിലായോ? എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഗ്രാഫാണ് പൊട്ടൻഷ്യൽ എനർജി കർവ്. ഓക്കെ, ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷനിൽ പൊട്ടൻഷ്യൽ എനർജി കർവ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വരച്ച കർവില് മാർക്കിങ്സ് നടത്താനും ചോദിച്ചു കാണാറുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു കർവ് ഒന്ന് നോക്കി വെക്കുക, ടെക്സ്റ്റ് ബുക്കുകളിൽ പ്രൊവൈഡഡ് ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബോണ്ട് ഓർഡർ. അപ്പൊ എന്താണ് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ ഏതിൽ നിന്ന് എവിടേക്ക് കൂടുന്നു കുറയുന്നു സംഭവങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ബോണ്ട് ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു തിയറിയാണ്. നമ്മൾ നേരത്തെ VSEPR തിയറി പഠിച്ചില്ലേ, അതേപോലെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ഈ MOT എന്ന് പറയും. ഓക്കെ, MOT മോളിക്കുലാർ ഓർബിറ്റൽ തിയറിന്റെ 4 5 പോസ്റ്റുലേറ്റ്സ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, 4 5 പോസ്റ്റുലേറ്റ്സ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പഠിച്ചു വയ്ക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാം, ബോണ്ട് ഓർഡറിന്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പൊ ഒരു He2 എന്ന് പറഞ്ഞ സാധനം, ദാറ്റ് ഈസ് ഹീലിയം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? അതിന്റെ ബോണ്ട് ഓർഡർ 0 ആയതുകൊണ്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യാത്തത്. പിന്നെ Ne2 എന്ന് പറഞ്ഞ സാധനം, Ne എന്ന് പറഞ്ഞ എന്താണ്? നിയോൺ ആണ്. അപ്പൊ നിയോൺ മോളിക്യൂൾ Ne2 എന്ന് പറഞ്ഞ മോളിക്യൂളും എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? സെയിം റീസൺ തന്നെയാണ്, ബോണ്ട് ഓർഡർ 0 ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് MO ഡയഗ്രാം, ദാറ്റ് ഈസ് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം.
വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ചു പഠിക്കുക. ഓരോന്നിന്റെ കേസിലും ഓരോ മോളിക്യൂളിന്റെ കേസിലും വരച്ച് തന്നെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിക്കുക കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിഫൈൻ ഹൈഡ്രോജൻ ബോണ്ടിങ് വിത്ത് എക്സാമ്പിൾ. എന്താണ് ഹൈഡ്രോജൻ ബോണ്ടിങ് എന്നൊരു എക്സാമ്പിളോട് കൂടിയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യും. എന്താണ് ഹൈഡ്രോജൻ ബോണ്ടിങ് അതെങ്കിലും നമ്മൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതിന് ടൈപ്സും ഉണ്ട്. ഇന്റർമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് ഉണ്ട്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് ഉണ്ട്. ഈ രണ്ട് ടൈപ്സ് ഓഫ് ഹൈഡ്രോജൻ ബോണ്ടിങ്ങും എന്താണ് ഹൈഡ്രോജൻ ബോണ്ടിങ്ങും എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ 4th ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് 5th ചാപ്റ്ററിലേക്ക് കിടക്കാമല്ലോ. 5th ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ ആണ്. കുറച്ച് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ഈസി ചാപ്റ്റർ ആണ്. ഓക്കെ, കുറച്ച് ലോസ് ആണ് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. ഓക്കെ, ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ ആദ്യം കുറച്ച് ലോസ് പഠിച്ചു വെക്കുക. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ്. ഓക്കെ, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ്. ഇതിൽ ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കണം. ഇന്നത് ചെയ്യുമ്പോൾ ഇന്നത് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. പ്ലസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ ഓരോന്നിനും ചില ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ ബോയിൽസ് ലോയുടെ കേസിൽ 3 ഗ്രാഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3 ഗ്രാഫ്സും നമുക്ക് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. നെയിം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വണ്ടർവാൾസ് ഫോഴ്സസ്. വണ്ടർവാൾസ് ഫോഴ്സസ് ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്? ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ. ഓക്കെ, ഈ 3 ടൈപ്സ് ആണ് വണ്ടർവാൾസ് ഫോഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, അടുത്ത ചാൾസ് ലോ വരെ പറഞ്ഞതാണല്ലോ. ചാൾസ് ലോ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഒരു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ എന്താണ്? വാട്ട് ഈസ് അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ? ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് അവഗാഡ്രോസ് ലോ. നമ്മുടെ അവഗാഡ്രോസ് ലോ പറഞ്ഞതായിരുന്നു, എന്നാലും അവഗാഡ്രോസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഐസോതേർം, എന്താണ് ഐസോകോർ? എന്താണ് ഐസോതേർമും ഐസോകോറും? ടേമിൽ തന്നെ ഉണ്ട്. ഐസോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഐസോതേർം എന്ന് പറയുന്ന അർത്ഥം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഐസോകോർ എന്ന് പറയുന്ന അർത്ഥം വോളിയം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഐസോതേർമും ഐസോകോറൊക്കെ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്തത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യും. PV is equal to nRT ആണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അത് ഡിറൈവ് ചെയ്യാൻ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചു വെക്കണം കേട്ടോ, കാരണം ഇത് ചോദിച്ചു കാണാറുണ്ട്. പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈനൽ ഇക്വേഷൻ PV is equal to nRT എങ്കിലും പഠിച്ചു വെക്കാം. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതിൽ PV is equal to nRT ഇല്ലേ, ക്യാപിറ്റൽ ലെറ്റർ R. ഈ R എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ഈ R എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ പഠിച്ചു വെക്കുക. 8.314 കിലോഗ്രാം ജൂൾ പെർ മോൾ കെൽവിൻ. ഓക്കെ, യൂണിറ്റ് ക്ലാരിഫൈ ചെയ്തിട്ട് പഠിക്കാൻ. ഓക്കെ, 8.314 വാല്യൂ തെറ്റിക്കാതെ പഠിക്കാൻ. ക്വസ്റ്റ്യൻസിൽ ചാനലിൽ ചോദിച്ചു കാണാറുണ്ട്. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, നിറയെ ഒരുപാട് വാല്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ്. സോറി, ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. അടുത്ത നമ്മുടെ ടോപ്പിക് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ആ ലോ നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വെക്കണം. പിന്നെ അടുത്തത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, കൈനറ്റിക് മോളിക്കുലാർ തിയറി, അതിൽ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. ആ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് തിയറീസ് ഉണ്ട് കേട്ടോ. MOT ഉണ്ട്, BSCPR ഉണ്ട്, ഉള്ളതുണ്ടായിരുന്നു. കൈനറ്റിക് മോളിക്കുലാർ ഉണ്ട്. അപ്പൊ തിയറീസ് ഒക്കെ വൃത്തിയായിട്ട് തന്നെ പഠിക്കുക, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ റിയൽ ഗ്യാസസ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. റിയൽ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ഈ 3 ലോയും എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും ഒബേ ചെയ്യുന്ന ഗ്യാസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിയൽ ഗ്യാസസ് എന്ന് പറയാ. അപ്പൊ എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നും ഡീവിയേറ്റ് ആവുന്നത് എന്നൊക്കെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ പ്രീവിയസിൽ അതൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പൊ അതൊന്ന് പറ്റുകയാണെങ്കിൽ പ്രീവിയസ് ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അടുത്തത് കംപ്രസിബിലിറ്റി ഫാക്ടർ ആണ് കേട്ടോ. അതായത് എന്താണ് ഒരു ഐഡിയൽ ഗ്യാസിന് എന്താണ് ഇതിന്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ? കംപ്രസിബിലിറ്റി ഫാക്ടർ Z is equal to 1 ആണ് ഫോർ ഐഡിയൽ ഗ്യാസസ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ബോയിൽ പോയിന്റ് എന്താണ്. അതായത് BOIL അല്ല കേട്ടോ, BOYLE. ബോയിൽ പോയിന്റ് എന്താണ്? അതായത് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യും. മനസ്സിലായോ? ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് ബോയിൽ പോയിന്റ് എന്ന് പറയാം. ആ പർട്ടിക്കുലർ പോയിന്റിൽ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതായത് PV is equal to nRT എന്നുള്ള ഇക്വേഷൻ അല്ലോ, അത് ഒബേ ചെയ്യും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കാര്യം എന്ന് പറയുന്നത് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് എ പ്രഷർ കുക്കർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ്. ബൈ ഹൈ ഓൾട്ടിറ്റ്യൂഡുകളിൽ, അതായത് ഹൈറ്റുള്ള റീജിയൻ, മൗണ്ടൻ ഹൈ റേഞ്ച് എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ എന്ത് യൂസ് ചെയ്യും? പ്രഷർ കുക്കർ ആണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് അവിടെ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്? അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? കുറവാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് ലിക്വിഡ് ഡ്രോപ്സ് എന്തുകൊണ്ടാണ് സ്പെറിക്കൽ ഷേപ്പ്, അല്ല ഒരു മഴത്തോട് നമ്മുടെ കയ്യിലേക്ക് സ്പെറിക്കൽ ഷേപ്പ് എന്തുകൊണ്ടാണ്? അത് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്
ലിക്വിഡ് ഡ്രോപ്സ് സ്പെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് സർഫസ് ടെൻഷൻ എന്ന് അറിഞ്ഞിരിക്കണം. സർഫസ് ടെൻഷന്റെ യൂണിറ്റും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓർക്കാൻ പറ്റുകയാണെങ്കിൽ സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. NNM, ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ ആണ്. വിസ്കോസിറ്റി, അതായത് നമ്മുടെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഹൈയസ്റ്റ് വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണ്? തേനാണ്, ഹണി അല്ലെ. അതായത് മെല്ലെ ഒഴുകുന്ന, ഒരു സ്ലോപ്പ് വെക്കുന്ന സമയത്ത് ഏറ്റവും സ്ലോ ആയിട്ട് ഒഴുകുന്ന ഫ്ലൂയിഡുകളെയാണ് നമ്മൾ വിസ്കസ് ഫ്ലൂയിഡ് എന്ന് പറയാം. ഹണി ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു വിസ്കോസിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചറും മോളാർ മാസും. മനസ്സിലായോ? ടെമ്പറേച്ചറും മോളാർ മാസും ആണ് നമ്മുടെ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. ഇതോടുകൂടി നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് 6ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫിസിക്സിലും കെമിസ്ട്രിയിലും കോമൺ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് അല്ലെ. അപ്പൊ തെർമോഡൈനാമിക്സ് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിച്ച രണ്ടും കൂടി മിസ്മാച്ച് ഒന്നും ആവില്ല. കാരണം ഫിസിക്സ് വേറെ റേഞ്ച് ആണ്, കെമിസ്ട്രി വേറെ റേഞ്ച് ആണ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എക്സ്റ്റെൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്? ഇതിലൊക്കെ പറ്റുകയാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവില്ല എന്നുണ്ടെങ്കിൽ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാൽ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് എക്സ്റ്റെൻസീവ് എന്താണ്, ഇന്റൻസീവ് എന്താണെന്നെങ്കിലും അറിഞ്ഞിരിക്കണം. അടുത്തത് എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ? എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്നത് രണ്ടും അറിഞ്ഞിരിക്കണം വിത്ത് എക്സാമ്പിൾസോട് കൂടി തന്നെ അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മുടെ ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആദ്യത്തെ ലോ അറിഞ്ഞിരിക്കണം, 2ാമത്തെ ലോ അറിഞ്ഞിരിക്കണം, 3ാമത്തെ ലോ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ലോയിന് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇത് അറിഞ്ഞിരിക്കണം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് സമ്മേഷൻ. ഹെസ്സസ് ലോ ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചു വയ്ക്കാം. ഒരു 100% ഒന്നും ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ലോ അല്ലേ, നമുക്കത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലാറ്റിസ് എൻതാൽപ്പി എന്താണ്? ആ ടേം ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു റിയാക്ഷൻ തന്നിട്ട് അതിന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് തെർമോഡൈനാമിക്സിന്റെ കേസിൽ ചോദിച്ചു കാണാറുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണ്? ഓക്കെ, സ്പോണ്ടേനിയസ് പ്രോസസ് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു സാധനങ്ങളുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് പറ്റുകയാണെങ്കിൽ പഠിച്ചേക്കാം. ഇവാപറേഷൻ ഓഫ് വാട്ടർ, വെള്ളം ഇവാപറേറ്റ് ആയി പോകുന്നതൊക്കെ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എൻട്രോപ്പി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എൻട്രോപ്പി എന്ന് പറയുക. ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഗിബ്സ് എനർജി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഗിബ്സ് എനർജി എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇതോടുകൂടി നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. പ്രോബ്ലംസ് ചോദിക്കാൻ കുറച്ച് ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ലെങ്കിൽ തിയറീസിൽ അത്രയും കോൺഫിഡന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ചോദിച്ചാൽ പ്രോബ്ലം സ്കിപ്പ് ചെയ്ത് തിയറിയെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. ഇതിപ്പോ പ്രോബ്ലമും ഇല്ല തിയറിയും ഇല്ലാത്ത പോലെ ആവരുത്. തെർമോഡൈനാമിക്സ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്, പഠിക്കണം. 7th ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇക്വിലിബ്രിയം അല്ലെ. ഇക്വിലിബ്രിയത്തിന്റെ കേസ് ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറിഞ്ഞിരിക്കണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ലേ ഷാറ്റ്ലിയാസ് പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയറുടെ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ചോദിച്ച് കാണാറുണ്ട്, പഠിച്ചു വെക്കണം. നെക്സ്റ്റ് പഠിച്ചിരിക്കേണ്ടത് അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന ടോപ്പിക്കാണ്. അതായത് അരീനിയസ് ആസിഡുകളെയും ബേസുകളെയും എങ്ങനെയാണ് അതിന് ആസിഡ് ഇന്നതാണ് അല്ലെങ്കിൽ ബേസ് ഇന്നതാണെന്ന് എങ്ങനെയാണ് പറഞ്ഞത് എന്നാണ്. അതായത് അരീനിയസ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H+ ഉള്ള ആറ്റം അല്ലെങ്കിൽ H+ ഉള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ ആസിഡ് എന്നും OH- ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? ബേസ് എന്നും പറയും. ഇതാണ് അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ വലിയ ടോപ്പിക് ആണെന്ന് തോന്നും, ജസ്റ്റ് ഒരു സെന്റൻസേ ഉള്ളൂ, ഒന്ന് പഠിച്ചു വെച്ചാൽ കിട്ടും. ഓക്കെ, അടുത്തത് ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്. ബ്രോൺസ്റ്റഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എങ്ങനെയാണ് ആസിഡുകളെയും എങ്ങനെയാണ് ബേസിനെയും എന്തായിട്ടാണ് ആസിഡും ബേസും പറഞ്ഞത് എന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അരീനിയസിന്റെ കേസിലും അറിഞ്ഞിരിക്കണം, ബ്രോൺസ്റ്റഡിന്റെ കേസിലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അരീനിയസ് എന്താണ് ആസിഡിന്റെ ബേസിനെ പറഞ്ഞത്, ബ്രോൺസ്റ്റഡ് എന്താണ് പറഞ്ഞത്, ലൂയിസ് എന്താണ് പറഞ്ഞത്. ഇത് 3 ആൾക്കാരും എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ? എന്താണ് ബഫർ സൊല്യൂഷൻ? ഓക്കെ, അത് എന്താണ് ആ സൊല്യൂഷൻ? ഒരു സെന്റൻസേ ഉള്ളൂ, അത് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് അറിഞ്ഞു വെക്കുക. ഇതോടുകൂടി നമ്മുടെ ഇക്വിലിബ്രിയത്തിന്റെ കേസ് കഴിഞ്ഞു. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ച് പ്രോബ്ലംസ് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ച് പ്രോബ്ലംസ് ചോദിച്ച് കാണാറുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആൻസർ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ എപ്പോഴും തിയറീസ് പഠിച്ചിട്ട് വേണം മാത്രം പ്രോബ്ലംസിലേക്ക് കിടക്കാൻ. കാരണം നമുക്കറിയാലോ, പ്രോബ്ലംസ് തുടങ്ങിയാൽ നമുക്ക് ഒന്നും കിട്ടില്ല. ഒരു പ്രോബ്ലം നോക്കും കിട്ടില്ല, നെക്സ്റ്റ് പ്രോബ്ലം എടുക്കും കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആകെ ചാപ്റ്റർ ഭയങ്കര ടഫ് ആണെന്ന് തോന്നി തുടങ്ങും. അപ്പൊ ആദ്യം തിയറീസ് പഠിക്കാം, പ്രോബ്ലംസ് എടുത്തെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ലല്ലോ, പഠിച്ചതും കൂടെ കൊളാക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എടുക്കാം.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 8th ചാപ്റ്റർ ആണ്. 8ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? റിഡോക്സ് റിയാക്ഷൻസ് അല്ലെ. അപ്പൊ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, ഓക്സിഡൈസിങ് ഏജന്റ്, റിഡ്യൂസിങ് ഏജന്റ്, പിന്നെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഏതൊക്കെയാണ്? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ 3 ടൈപ്പാണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഈ ടേം എനിക്ക് വളരെ സ്പെഷ്യലാണ്. ടീച്ചർമാർക്ക് ഒരു ടേം കുറച്ച് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്താണ്, അതിനൊരു എക്സാമ്പിളോട് കൂടിയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. എക്സാമ്പിൾ പറ്റിയില്ലെങ്കിലും എന്താണ് ആ റിയാക്ഷൻ എന്തെങ്കിലും പഠിച്ചു വെക്കാൻ ശ്രമിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ തരും, അതിന്റെ ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്, എവിടെ, അതായത് ഏതാണ് ഓക്സിഡൈസ്ഡ് ആയത്, ഏതാണ് റെഡ്യൂസ്ഡ് ആയത്, അങ്ങനെ ചോദിക്കാറുണ്ട്. ഒരു റിയാക്ഷൻ തന്നിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് തരും, എന്നിട്ട് ആ ഒരു കോമ്പൗണ്ടിൽ ഇന്ന പർട്ടിക്കുലർ ആറ്റത്തിന്റെ ഓക്സിഡൈസിങ് ഏജന്റ് ചോദിക്കും. അപ്പൊ നമുക്ക് ക്ലോറിന്റെ ഓക്സിഡൈസിങ് ഏജന്റ് എന്താണ്, നമുക്ക് ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം, ഓക്സിജന്റെ അറിഞ്ഞിരിക്കണം, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു കോമ്പൗണ്ട് തരണമെങ്കിൽ അതിൽ എക്സ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണെന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. നമുക്ക് ഇതോടുകൂടി റിഡോക്സ് എന്ന 8ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാലോ. ഹൈഡ്രോജൻ. ഹൈഡ്രോജന്റെ കേസ് ആണെങ്കിൽ കോൾ ഗ്യാസിഫിക്കേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ? സിൻഗ്യാസ് എന്ന് പറഞ്ഞ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൾ ഗ്യാസിഫിക്കേഷൻ ചെയ്യുന്നത്. കോൾ എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്നും സിൻഗ്യാസ് എന്ന് പറഞ്ഞ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയാം. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ ചോദിക്കാറുണ്ട്. പിന്നെ ഡൈഹൈഡ്രജന്റെ യൂസസ്, 2 യൂസസ് എങ്കിലും പഠിച്ചു വെക്കാം. റോക്കറ്റ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ കുറച്ച് യൂസസ് ഉണ്ട്. മാനുഫാക്ചർ ഓഫ് വനസ്പതി ഫാറ്റ്, ഇതിനൊക്കെ നമ്മുടെ H2 എന്ന് പറഞ്ഞത് ഡൈഹൈഡ്രജൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. എന്താണ് ഹാർഡ്നെസ്സിന് കാരണം? എന്താണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? എന്താണ് ഹാർഡ്നെസ്സിന് കാരണം? ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സോൾട്ട് അല്ലെ. വെള്ളത്തിൽ കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യം സോൾട്ടിന്റെയും കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ വെള്ളം എന്താണ്? ഹാർഡാണ്. മനസ്സിലായോ? പിന്നെ വളരെ ഇമ്പോർട്ടന്റ്, നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് 2 തരത്തിലുള്ള ഹാർഡ്നെസ് ആണുള്ളത്. ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട് അല്ലെ. ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ബോയിലിംഗിലൂടെയും ക്ലാർക്സ് മെത്തേഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റിയാക്ഷനോട് കൂടി തന്നെ പഠിച്ചു വെക്കുക. ഈ 2 പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? വാഷിംഗ് സോഡ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ക്ലാർക്ക് പോലെ ഇതിൽ കാൽഗൺസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. കാൽഗൺ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിലൂടെയൊക്കെയാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും റിമൂവ് ചെയ്യുക. അപ്പൊ ടെമ്പററി എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും, പെർമനന്റ് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും, ടെമ്പററി എന്താണ്, പെർമനന്റ് എന്താണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ അതൊരു ചെയർ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. എനിക്കത് കാണുമ്പോൾ ചെയർ ആയിട്ട് തോന്നാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, നോക്കിയിട്ട് എങ്ങനെ വെക്കണം. ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടോ, H2O2. ഓക്കെ, പിന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ഇല്ല ഇതിലിപ്പോ. പിന്നെ അവസാനമായിട്ട് ഹെവി വാട്ടർ എന്താണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ D2O എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. കെമിക്കലി D2O എന്ന് പറയും. അതായത് ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് ഹെവി വാട്ടർ എന്ന് പറയാ. അതിന് യൂസ് എന്ന് പറഞ്ഞാൽ അത് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഒരു മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഹെവി വാട്ടർ കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഹൈഡ്രജൻ എന്ന ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് 10th ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, 10th ചാപ്റ്റർ ഏതാണ്? S ബ്ലോക്ക് എലമെന്റ്. S ബ്ലോക്ക് എലമെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ S ബ്ലോക്ക് എലമെന്റിൽ എന്തൊക്കെയാണുള്ളത്? 2 ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. ഗ്രൂപ്പ് 1 ഉണ്ട്, ഗ്രൂപ്പ് 2 ഉണ്ട്. ഗ്രൂപ്പ് 1 നമ്മൾ എന്ത് പേരിട്ട് വിളിക്കാറുണ്ട്? ആൽക്കലൈൻ മെറ്റൽസ് എന്ന് വിളിക്കാറുണ്ട്. ഗ്രൂപ്പ് 2 നമ്മൾ എന്ത് പറയും? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. അപ്പൊ ആൽക്കലൈൻ മെറ്റൽസിന്റെ അറ്റോമിക് സൈസ് അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് എന്താണെങ്കിലും അറ്റോമിക് സൈസ്, അയോണിക് സൈസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഗ്രൂപ്പ് 1 കേസിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് എടുത്ത് പഠിക്കണം. ഓക്കെ, ഗ്രൂപ്പ് 2 എടുക്കുകയാണെങ്കിൽ അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കേസിൽ നിങ്ങൾ എന്ത് തന്നെ പഠിക്കണം? അറ്റോമിക് റേഡിയസ് പഠിക്കണം, അയോണിക് റേഡിയസിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് ചേഞ്ചസ് സംഭവിക്കുന്നത് പഠിക്കണം. പിന്നെ എന്താ പഠിക്കേണ്ടത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ഈ 2 ഗ്രൂപ്പുമാണ് നമ്മൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് S ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഇത് 2 എടുത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റണം. പിന്നെ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിത്തിയം. ലിത്തിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടീസ് പഠിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 2 പോയിന്റ് ഒക്കെ ഉള്ളൂ, അത് പഠിക്കാൻ പറ്റും. പിന്നെ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, എളുപ്പത്തിലല്ല പക്ഷെ എക്സാം ചോദിക്കാറുണ്ട് കേട്ടോ, കഷ്ടമാണെങ്കിൽ അപ്പോൾ പഠിക്കാം. CaO അതായത് കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്വിക്ക് ലൈം എന്ന് പറയാറുണ്ട്. ക്വിക്ക് ലൈമിന്റെ
കാൽഷ്യം കാർബണേറ്റ് അതായത് CaCO3ന്റെ, പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അറിയില്ലേ, നമ്മുടെ മറ്റേ സ്ട്രക്ചേഴ്സ് ഒക്കെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ ആ സാധനം. CaSO4.12H2O ഇതിന്റെ ഒക്കെ പ്രിപ്പറേഷനും പഠിക്കണം, യൂസസും പഠിക്കണം. അപ്പൊ ക്യുക്ലൈം എടുക്കുക, ക്യുക്ലൈമിന്റെ CaO ആണ് കെമിക്കൽ ഫോർമുല, അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു പഠിക്കുക, അതിന്റെ ഉപയോഗങ്ങൾ പഠിക്കുക. അതേപോലെ CaCO3 എടുക്കുക, എങ്ങനെ പ്രിപ്പയർ എങ്ങനെ ചെയ്യുന്നു, അതിന്റെ യൂസസ് എങ്ങനെയാണ്. അടുത്ത പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുക, അതിന്റെ പ്രിപ്പറേഷൻ ആൻഡ് അതിന്റെ യൂസസ്. ഇതൊക്കെ പ്രത്യേകിച്ച് എടുത്ത് തന്നെ പഠിക്കണം, എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അടുത്ത സിമെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിമെന്റിന്റെ കണ്ടന്റുകൾ എന്താ, സിമെന്റിനകത്ത് എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ സെറ്റിലിംഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. സെറ്റിലിംഗ് ഓഫ് സിമെന്റ് അത് എന്താണ്, ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ സംഭവം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ CaSO4നെയാണ് നമ്മൾ എന്ത് പറയാ, ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയാം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കും. അപ്പൊ എന്താണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് കുറിച്ച് നമുക്ക് CaSO4 ആണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ 1 മാർക്കിന് ചോദിക്കുള്ളൂ കേട്ടോ. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്താണ്, അതിന്റെ യൂസ് എന്താണ്? മിൽക്ക് ഓഫ് മെഗ്നീഷ്യന്റെ അതൊരു അന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അന്റാസിഡ് ആയിട്ട് നമ്മൾ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ യൂസ് ചെയ്യാറുണ്ട്. ഇതോടുകൂടി നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, S ബ്ലോക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പൊ വൃത്തിയായിട്ട് പഠിക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ എന്താ പറയാ, ഹെവി ആയിട്ട് ചാപ്റ്റർ ഒന്നുമല്ല, നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് പഠിച്ച് തീരാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ നമുക്കറിയാം, 11ാമത്തെ ചാപ്റ്റർ ഏതാണ്, P ബ്ലോക്ക് എലമെന്റുകളാണ് അല്ലെ. SPDF അല്ലേ, S ബ്ലോക്ക് പഠിച്ചു. ഇനി അടുത്ത് എന്താണ്, P ബ്ലോക്ക്. ഗ്രൂപ്പ് 13ന്റെ കേസിലും ഗ്രൂപ്പ് 14ന്റെ കേസിലും നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതേപോലെ ഗ്രൂപ്പ് 13ലും ഗ്രൂപ്പ് 14ലും നിങ്ങൾ എന്ത് പഠിക്കണം, ഈ അറ്റോമിക് റേഡിയസിലെ മാറ്റം, അയണിക് റേഡിയസിലെ മാറ്റം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എടുത്ത് തന്നെ 13ന്റെ വേറെ 14ന്റെ വേറെ ആയിട്ട് നിങ്ങൾ P ബ്ലോക്കിലും പഠിച്ചിരിക്കണം. എന്താണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, എന്താണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പഠിച്ചിരിക്കണം. പിന്നെ ഓർത്തോബോറിക് ആസിഡിന്റെ പ്രിപ്പറേഷനും പഠിച്ചിരിക്കണം, അതിന്റെ സ്ട്രക്ചറും പഠിച്ചിരിക്കണം. ഓർത്തോബോറിക് ആസിഡ്, ഓക്കെ, അതിന്റെ പ്രിപ്പറേഷനും സ്ട്രക്ചറും പഠിച്ചിരിക്കണം. ഡൈബോറൈൻ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡൈബോറൈൻ എന്ന് പറയുന്ന സാധനം, ഡൈബോറൈന്റെ സ്ട്രക്ചർ പഠിക്കണം, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. ഓക്കെ, ഡൈബോറൈന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, അത് എങ്ങനെയുള്ള സ്ട്രക്ചർ ആണ് ടെക്സ്റ്റ് ബുക്സിൽ ഉണ്ട്, പഠിക്കണം. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കാർബണിന്റെ അല്ലോട്രോപ്സ്. കാർബണിന്റെ അല്ലോട്രോപ്സ് ഒക്കെ നമുക്ക് ഫുള്ളറിൻ എന്നൊക്കെ പറഞ്ഞ കാർബണിന്റെ കുറച്ച് അല്ലോട്രോപ്സ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഡയമണ്ട് കാർബണിന്റെ അല്ലോട്രോപ്പ് ആണ്. അത് കാർബണിന്റെ അല്ലോട്രോപ്പും അതിന്റെ ഡീറ്റെയിൽസ് അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. കാർബൺ മോണോക്സൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പറേഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞു, അടുത്ത ചാപ്റ്റർ കഴിഞ്ഞു, അതായത് P ബ്ലോക്ക് എലമെന്റ്സ് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. 12ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഓർഗാനിക് കെമിസ്ട്രി ആണ് കേട്ടോ. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ IUPAC ചോദിക്കാറുണ്ട്, പേരിടാൻ ചോദിക്കാറുണ്ട്. ഒരുപാട് പേരിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. പേരിടുക എന്ന് പറഞ്ഞാൽ ടീന മീനാന്നുണ്ടല്ലോ, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. പൊസിഷൻ നോക്കണം, എത്ത് പ്രൊപ്പൊക്കെ അറിയണം. അങ്ങനെ ഒരുപാട് ചെയ്താൽ മാത്രമേ നമുക്ക് IUPAC നെയിമിങ്ങിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. IUPAC എന്തായാലും ചോദിക്കാറുണ്ട്, കുറേ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ നോമൻക്ലേച്ചർ ഓഫ് ബെൻസീൻ കോമ്പൗണ്ട്, ബെൻസീൻ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയാ, ബെൻസീൻ കോമ്പൗണ്ടുകൾ എന്ന് പറയാ. അത് നമ്മൾ നോർമൽ ആയിട്ട് ബ്രാഞ്ചിങ് വരുന്ന കോമ്പൗണ്ടുകൾ പോലെ നമുക്ക് ബെൻസീൻ കോമ്പൗണ്ടുകളെ പേരിടാൻ പറ്റില്ല. അപ്പൊ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതും എടുത്തു പഠിക്കണം. നോമൻക്ലേച്ചർ ഓഫ് ബെൻസീൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ എടുത്തു പഠിക്കണം. ഐസോമറിസം എന്താണ്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, സ്ട്രക്ചറൽ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, അങ്ങനെ കുറച്ച് ഐസോമറിസംസ് ഒക്കെ ഉണ്ടല്ലോ. അതിന്റെ കുറച്ച് ടൈപ്സും അതിന്റെ എന്താണ് ഐസോമറിസംസും കൂടെ അറിഞ്ഞിരിക്കണം. ഇനി പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് സൾഫറിന്റെ, ഹാലജന്റെ, ഫോസ്ഫറസിന്റെ ഇവരെയൊക്കെ ഡിറ്റക്ഷൻ ടെസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇതിന്റെ പ്രസൻസ് എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം, ഇതാണ് ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓരോന്നിനും ഓരോ തരത്തിലായിരിക്കും. അപ്പൊ കൺഫ്യൂസ്ഡ് ആവാതെ ഓരോന്നും വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. സൾഫർ ചോദിക്കുമ്പോൾ ഫോസ്ഫറസ് ചോദിക്കുമ്പോൾ ഹാലജൻ, അങ്ങനെ എഴുതരുതല്ലോ. വൃത്തിയായിട്ട് ഓരോന്നിന്റെയും ഡിറ്റക്ഷൻ ടെസ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ എസ്റ്റിമേഷൻ മെത്തേഡ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. നൈട്രജന്റെ എസ്റ്റിമേഷൻ മെത്തേഡ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് 2 പ്രോസസ്സിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ഡ്യൂമാസ് മെത്തേഡ്, DUMAS ഡ്യൂമാസ് മെത്തേഡ്, രണ്ടാമത്തെ ജെൽദാസ് മെത്തേഡ്. ഓക്കെ, ഈ 2 മെത്തേഡിലൂടെയും നമുക്ക് നൈട്രജന്റെ എസ്റ്റിമേഷൻ നടത്താൻ പറ്റും. എസ്റ്റിമേഷൻ മെത്തേഡ് ഓഫ് നൈട്രജൻ. IUPAC ആണ് ഇതിൽ മെയിൻ ആയിട്ട് കേട്ടോ. IUPAC ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഗുലർ ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പഠിക്കുന്ന സമയത്ത് IUPAC ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ബെൻസീൻ വരുന്ന
കോമ്പൗണ്ടുകളുടെ വേർതിരിച്ച് തന്നെ പഠിക്കണം. പിന്നെ ഫ്രിഡൽക്രാഫ്റ്റ്സ് ആൽക്കലൈഷൻ, അസൈലേഷൻ, പിന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിയാക്ഷൻസ് വരുന്നതാണ് ഫ്രിഡൽക്രാഫ്റ്റ്സിന്റെ കേസിൽ. ഇത് നെക്സ്റ്റ് ചാപ്റ്റർ കേസാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് 13ാമത്തെ ഹൈഡ്രോ കാർബൺസിന്റെ ആണ്. നമ്മൾ അത് കഴിഞ്ഞു, ഓർഗാനിക് കഴിഞ്ഞു. ഹൈഡ്രോ കാർബൺസിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് ബെൻസീൻ പ്രിപ്പയർ ചെയ്യുക, ബെൻസീൻ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഫ്രിഡൽക്രാഫ്റ്റ്സിന്റെ ആൽക്കലേഷൻ അറിഞ്ഞിരിക്കണം, അസൈലേഷൻ അറിഞ്ഞിരിക്കണം, പിന്നെ സൾഫനേഷൻ അറിഞ്ഞിരിക്കണം, ഹാലോജിനേഷൻ, നൈട്രേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതൊക്കെ എക്സാമിന് റിയാക്ഷൻസ് ബ്ലാങ്ക് ഇട്ട് ചോദിക്കാറുണ്ട്. മനസ്സിലായോ? +2 എഴുതുന്ന ആൾക്കാർക്ക് അറിയാം +2 എത്ര ഓർഗാനിക് പഠിച്ചതാണ്. ആ മൈൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. +2 ഓർഗാനിക് നിറയെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ +1 മാക്സിമം മാർക്ക് ഓർഗാനിക് സ്കോർ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഞങ്ങൾ പറയുന്ന റിയാക്ഷൻസ് എങ്കിലും തറോ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഫ്രിഡൽക്രാഫ്റ്റ്സിൽ ആൽക്കലേഷൻ പഠിക്കുക, അസൈലേഷൻ പഠിക്കുക, ബെൻസീൻ പ്രിപ്പറേഷൻ പഠിക്കുക, സൾഫനേഷൻ, ഹാലോജിനേഷൻ, നൈട്രേഷൻ, അങ്ങനത്തെ ഒക്കെ എല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നമുക്കറിയാലോ ആൽക്കെയിൻസ് ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്, ആൽക്കീൻസ് ഉണ്ട്. ഇത് മൂന്നിന്റെയും പ്രിപ്പറേഷൻ എടുത്ത് പഠിക്കണം. ഓക്കെ, ഇത് എങ്ങനെയാണ് മൂന്ന് തരത്തിലാണ് പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആൽക്കെയിൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സിംഗിൾ ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ആൽക്കെയിൻസ് എന്ന് പറയുക. അത് നമുക്ക് കോപ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡിലൂടെ നമുക്ക് അതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കോപ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്, അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂമാൻസ് പ്രൊജക്ഷനും സോഹോസ് പ്രൊജക്ഷനും, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. എന്താണ് ന്യൂമാൻസ് പ്രൊജക്ഷൻ, എന്താണ് സോഹോസ് പ്രൊജക്ഷൻ, ഡയഗ്രാം ഉണ്ട് കേട്ടോ, അതും ഒന്ന് നോക്കണം. നെക്സ്റ്റ് വുഡ്സ് റിയാക്ഷൻ അറിഞ്ഞിരിക്കണം. വുഡ്സ് റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം, ഐസോമറിസം നമ്മൾ നേരത്തെ പഠിച്ചത്. ജോമെട്രിക്കൽ ഐസോമറിസം പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ മാർക്കോണിക്കോവ്സ് റൂൾ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ റൂൾ. മാർക്കോണിക്കോവ്സ് റൂൾ സ്പെല്ലിംഗ് പഠിക്കുന്നതിന് കുറച്ച് കഷ്ടമാണല്ലേ, ഇല്ല കുഴപ്പമില്ല കേട്ടോ. റൂൾ ഭയങ്കര എളുപ്പമാണ്. മാർക്കോണിക്കോവ്സ് റൂൾ കുറച്ച് എളുപ്പമായിട്ടുള്ള റൂളാണ്, അത് പഠിച്ചു വെക്കണം. എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, പറ്റുകയാണെങ്കിൽ എക്സാമ്പിൾസ് പറഞ്ഞാൽ വലിയ എക്സാമ്പിൾസ് ഒന്നുമല്ല. നൈട്രേഷൻ, സൾഫറേഷൻ, ഹാലോജിനേഷൻ, ഫ്രിഡൽക്രാഫ്റ്റ്സ് ആൽക്കലേഷൻ, അസൈലേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന് എക്സാമ്പിൾസ്. പിന്നെ ഇതിൽ ഇങ്ങനെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളൂ. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ടു സൈക്ലോഹെക്സൈൻ, ബെൻസീനിനെ നിങ്ങൾ എങ്ങനെയാണ് സൈക്ലോഹെക്സൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് റിയാക്ഷൻ അറിഞ്ഞിരിക്കണം. ഒരുപാട് റബ്ബിഷ് ആയിട്ട് പഠിക്കേണ്ട, പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് പഠിച്ചാലും കിട്ടില്ല, ബിക്കോസ് കൺഫ്യൂസ്ഡ് ആവും എല്ലാം കൂടെ. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ, കെമിസ്ട്രിയുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ്, എൻവിറോൺമെന്റൽ കെമിസ്ട്രി ആണ് അല്ലെ, 14th ചാപ്റ്റർ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്താണ്, എങ്ങനെ ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഗ്യാസസ് ആണ് ഗ്ലോബൽ വാർമിംഗിന്റെ കോസ് ആയിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്യാസസ് ആണ് ഗ്ലോബൽ വാർമിംഗിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതൊക്കെ ഗ്യാസസ് ആണെന്ന് പഠിക്കണം. പിന്നെ വേറെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പഠിക്കാനുണ്ട് അല്ലെ. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പഠിക്കാനുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോഴാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാവുന്നത് അല്ലെ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ പഠിക്കാനുള്ളത് ആസിഡ് റെയിൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആസിഡ് റെയിൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ആസിഡ് റെയിൻ ആദ്യം പറയണം, അതിന്റെ കോസ് പറയണം, അതിന്റെ ഹാർംഫുൾ ഇഫക്റ്റ് പറയണം. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്, കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ആസിഡ് റെയിൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ആസിഡ് റെയിൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, ഓട്ടോമൊബൈൽസ് കുറയ്ക്കുക, പിന്നെ നാച്ചുറൽ ഗ്യാസ് കൂട്ടുക, നാച്ചുറൽ ഗ്യാസിന്റെ യൂസ് കൂട്ടുക, കോളൊക്കെ കുറയ്ക്കുക, നാച്ചുറൽ ഗ്യാസിന് കൂട്ടുക. പിന്നെ സോയിലിന്റെ അസിഡിറ്റി നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ലൈം സ്റ്റോൺ ആഡ് ചെയ്താൽ മതി. മണ്ണിൽ നമ്മൾ ലൈം സ്റ്റോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അസിഡിറ്റി കുറയ്ക്കും. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് സ്മോഗിന്റെ കേസ് പറയാനുണ്ട്. സ്മോഗ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ BOD എന്താണ്, COD എന്താണ്, DO എന്താണ്. BOD എന്ന് പറഞ്ഞാൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെ, COD എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, DO എന്ന് പറഞ്ഞാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ. ഇത് മൂന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് മൂന്നും ആ ടേംസ് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെടുത്ത് പഠിക്കാം, അതിലിപ്പോ ഡൗട്ടൊന്നുമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായി പഠിക്കുന്നു വിചാരിക്കുന്നു. മാർക്സ് ഏതായാലും കൂടട്ടെ, പാസ്സാവാത്തവര് പാസ്സാവട്ടെ. നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്, നന്നായി പഠിക്കണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.